ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമായ കപ്പയുടെ ഗുണങ്ങളും അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നും കഴിക്കേണ്ട രീതിയും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ളതും ഏറ്റവും റിച്ച് ഫൈബറുള്ള ഭക്ഷണവുമാണ് കപ്പ. കപ്പയിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ കുടലിൻ്റെയും വയറിൻ്റെയും ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു. മസിലുകളുടെ ആരോഗ്യത്തിനും പേശികളുടെ ആരോഗ്യത്തിനും കപ്പ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അര കപ്പ് കപ്പയിൽ തന്നെ നമുക്ക് വേണ്ട ഒരു ദിവസം ആവശ്യമായ കാർബോഹൈഡ്രേറ്റിൻ്റെ പകുതിയോളം ആ കപ്പയിൽ നിന്ന് മാത്രം ലഭിക്കും. ഇത് കൊഴുപ്പിനെ കുറയ്ക്കുകയും വയറിനും വളരെ നല്ലതാണ്. ശരീരം മെലിഞ്ഞവർക്ക് ശരീരം പുഷ്ടിപ്പെടുത്താൻ ഏറെ സഹായിക്കുന്ന ഒന്നാണ് കപ്പ. ഇത് പെട്ടെന്ന് തന്നെ ആരോഗ്യം തിരിച്ചു കിട്ടുന്നതിനും ചെറിയ കുട്ടികളുടെ ശരീരം പെട്ടെന്ന് നന്നാവാനും കപ്പ കഴിക്കുന്നത് മൂലം സാധിക്കുന്നു. ഇതുമാത്രമല്ല, എല്ലിൻ്റെ ബലവും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് കപ്പ. എല്ലുകളുടെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും എല്ലു തേയ്മാനം, മുട്ടുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്കും നല്ലതാണ്. കൊച്ചു കുട്ടികൾക്കും മെലിഞ്ഞ കുട്ടികൾക്കും എനർജി ആവശ്യമുള്ളവർക്കും കഠിനാധ്വാനം ചെയ്യുന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് കപ്പ. ഇത് ദഹന പ്രശ്നങ്ങൾ എളുപ്പമാക്കാൻ സഹായിക്കുന്നു. ഇത് രക്തക്കുഴലിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയാനും ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാനുമെല്ലാം കപ്പയിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ വളരെ അധികം സഹായിക്കുന്നു. കപ്പയിൽ സോഡിയത്തിൻ്റെ അംശം വളരെ കുറവായതുകൊണ്ട് തന്നെ BP ഉള്ളവർക്കും അതേപോലെ കിഡ്നിയുടെ പ്രശ്നമുള്ളവർക്കും നല്ലൊരു ഭക്ഷണം തന്നെയാണ് കപ്പ. നിരവധി ഗുണങ്ങൾ കപ്പ കഴിച്ചാൽ ലഭിക്കുമെങ്കിലും കപ്പ ശരിയായ രീതിയിൽ കഴിച്ചില്ലെങ്കിൽ നേരെ വിപരീത ഫലം ലഭിക്കും. അതുകൊണ്ട് തന്നെ കപ്പ പാകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കപ്പയിലും കപ്പയുടെ ഇലയിലും ഹൈഡ്രജൻ സയനൈഡ് എന്നൊരു വിഷം അടങ്ങിയിരിക്കുന്നു. ഇത് കൂടുതലായും ഇലയിലാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കപ്പ വേവിക്കുമ്പോൾ അല്പനേരം വെള്ളം പാർന്ന് തിളപ്പിച്ച ശേഷം ഈ വെള്ളം പൂർണ്ണമായും ഊറ്റിക്കളയുക. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. കപ്പ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കപ്പയുടെ കൂടെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. അതായത് മീനോ ഇറച്ചിയോ അല്ലെങ്കിൽ പരിപ്പോ ചെറുപയറോ കടലയോ ഉപയോഗിച്ച് കഴിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ കഴിക്കുന്നത് 100% ആരോഗ്യകരവുമാണ്. കപ്പ കഴിക്കുമ്പോൾ ചോറിനൊപ്പം കഴിക്കാതെ ചോറിനു പകരമായി കഴിക്കുക. അതായത് കപ്പ ഒരു പ്രധാന ഭക്ഷണമായി കഴിക്കേണ്ട ഒന്നാണ്. ഇങ്ങനെ കഴിക്കുകയാണെങ്കിലേ ഇത് കൂടുതൽ ആരോഗ്യപ്രദമാവുകയുള്ളൂ. കപ്പ കഴിക്കേണ്ടത് രാവിലെയും ഉച്ചയ്ക്കുമാണ്. എന്നാൽ വൈകുന്നേരങ്ങളിലും രാത്രികളിലും കപ്പ കഴിക്കാതിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഭക്ഷണമാണ് കപ്പ. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.